ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് പൂ പോലുള്ള അപ്പം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരി കുതിർക്കാൻ ഇടണ്ട, പുളിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട, വെറും 15 മിനിറ്റ് മാത്രം മതി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. റവ കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെങ്കിലും കഴിക്കുമ്പോൾ വെള്ളയപ്പം പോലെ തന്നെ ഇരിക്കും. സാധാരണ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർക്ക് പോലും ഇത് ഫസ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നല്ല സോഫ്റ്റും ആണ്, നല്ല ടേസ്റ്റും ആണ്. കറി പോലും വേണ്ട ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് വാങ്ങിയ കവറിൽ വറുത്ത റവയെന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. വാങ്ങിയതിന് ശേഷം വറുത്തൊന്നും എടുത്തിട്ടില്ല. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഇല്ലെങ്കിൽ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഗോതമ്പ് മാവ് ചേർത്താൽ അപ്പത്തിൻ്റെ കളർ മാറിപ്പോവും. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടുതലൊന്നും അല്ല, ഉണ്ടാക്കിയെടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്. ഞാനിപ്പോൾ ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 1/2 ടീസ്പൂൺ ഒന്നിച്ച് ചേർക്കണ്ട, നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് കുറച്ച് ചേർത്തിട്ട് കലക്കിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാ ഈസ്റ്റ് ആണെങ്കിൽ അതായിരുന്നാലും മതി. ഇനി ഇതിലോട്ട് നമുക്ക് 2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചൂട് കൂടിപ്പോവുകയും ചെയ്യരുത്, കുറഞ്ഞു പോവുകയും ചെയ്യരുത് കേട്ടോ. ഇളം ചൂടുള്ള വെള്ളം ചേർത്താൽ മാത്രമേ ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവായിട്ട് വരുള്ളൂ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റവയും വെള്ളമൊക്കെ ഒരേ കപ്പിൽ തന്നെ അളന്നെടുക്കുക. കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ അരച്ചെടുക്കില്ലേ, അതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് 15 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. കൂടുതൽ സമയമൊന്നും വയ്ക്കേണ്ട, 15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പം നല്ല തണുപ്പുള്ള സമയമൊക്കെ ആണെങ്കിൽ ഞാനിത് കുറച്ച് ചൂടുള്ള വെള്ളത്തിലോട്ട് ഈ പാത്രം അങ്ങ് ഇറക്കി വെക്കും. അപ്പോൾ 15 മിനിറ്റ് തന്നെ മതി. തിളയ്ക്കുന്ന വെള്ളമല്ല, കുറച്ച് ചൂടുള്ള വെള്ളമാണ്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ദോശ ചുടുന്ന പാനിലാണ് ചുട്ടെടുക്കുന്നത്. തീ മീഡിയത്തിൻ്റെ സിമ്മിൻ്റെ ഇടയ്ക്ക് വെക്കുക കേട്ടോ. തീ കൂടി പോവരുത്. പാൻ ചൂടായിട്ട് വരുമ്പോൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് പരത്തി കൊടുക്കുക. നല്ല നൈസായിട്ട് പരത്തരുത്, കുറച്ചൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മളിത് അപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ദോശ പോലെ മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കില്ല. ഏകദേശം 1 മിനിറ്റോളം എടുക്കും കേട്ടോ. തീ കൂട്ടി വെക്കരുത്, താഴ്ഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി ഉണ്ടാക്കിയെടുക്കാം. എന്തെളുപ്പമല്ലേ, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാനിതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 എണ്ണത്തിനുള്ള മാവ് വരും. നമ്മൾ വെള്ളയപ്പത്തിന് ഉണ്ടാക്കുന്ന എല്ലാ കറിയും ഇതിൻ്റെ നല്ല കോമ്പിനേഷനാണ്. കഴിക്കുമ്പോൾ റവ കൊണ്ട് ഉണ്ടാക്കിയെന്നൊന്നും പറയില്ല. രാവിലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുന്നെന്ന് വിളിച്ചു പറയുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണിത്. കറി ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ എന്ത് സോഫ്റ്റ് ആണെന്ന്. ബാക്കി വരുന്ന മാവ് എയർ ടൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പാത്രത്തിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. പിറ്റേന്ന് ചുട്ടെടുക്കാം. കൂടുതൽ ഡേയ്സ് ഫ്രിഡ്ജിൽ വെച്ചേക്കണ്ട. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.